ശ്രീ ലാൽകുമാർ, ബീഹാറിൽ ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ താമര കൂടി ബീഹാറിൽ പ്രാവർത്തികമാകുന്നു. 19 കോൺഗ്രസ് MLA-മാരെ കാണാനില്ല എന്ന് പറയുന്നു. നിതീഷ് കുമാർ വീണ്ടും NDA-ക്കൊപ്പം ചേർന്നിപ്പോൾ മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. എങ്ങനെ നോക്കിക്കാണും? നോക്കൂ, നിതീഷ് കുമാർ എന്ന രാഷ്ട്രീയക്കാരൻ എല്ലായ്പ്പോഴും ഒരു അവസരവാദ രാഷ്ട്രീയത്തിന്റെ കൂട്ടത്തിൽ നിന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ അല്ലെങ്കിൽ ഭരണഘടന, രാഷ്ട്രീയ മൂല്യങ്ങൾ ഇതൊന്നുമില്ലാത്ത അദ്ദേഹത്തിന് എപ്പോഴും മുഖ്യമന്ത്രിയായി ഇരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരാള് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട് എങ്കിൽ അദ്ദേഹത്തിനോട് കട്ടയ്ക്ക് പിടിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നവീൻ പട്നായിക് ആണ്. ഇവർ രണ്ടുപേരും എപ്പോഴും അവരുടെ താല്പര്യങ്ങൾ, ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു, ഈ രാജ്യം വർഗീയവാദികളുടെ കയ്യിലേക്ക് പോകാതെ പിടിച്ചു നിർത്തേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. അങ്ങനെ ഇരിക്കെ നിതീഷ് കുമാർ അപ്പുറത്തേക്ക് മറുകണ്ഠം ചാടി എന്ന് പറയുന്നത് എന്നെ ഒരിക്കൽ പോലും അത്ഭുതപ്പെടുത്തുന്നില്ല. ഇപ്പൊ ഇന്ത്യ മുന്നണിയിൽ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, കൺവീനർ സ്ഥാനം കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഇവിടെ നിൽക്കും എന്നുള്ള ബോധ്യം എനിക്ക് തോന്നുന്നു ഇന്ത്യ മുന്നണിയിൽ ആർക്കും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അദ്ദേഹത്തിന്റെ സ്വഭാവം അതാണ്. 4-5 പ്രാവശ്യം ഇപ്പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ മതനിരപേക്ഷ ചേരിയിൽ നിന്ന് അദ്ദേഹത്തെ അപ്പുറത്ത് പോകാൻ എപ്പോഴെങ്കിലും മടി കാണിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലും മടിയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ ഒരു അല്പ അഭിമാനമുള്ളവർ അങ്ങനെ സൈഡ് മാറില്ല. നമ്മളൊരു രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് നമ്മുടെ വർഷങ്ങളായി ആർജിക്കുന്ന ഒരു മൂല്യം തെറ്റിയ ഭാഗമാണ്. അദ്ദേഹത്തിന് അതൊന്നും പ്രശ്നമല്ല. അതാണ് ആദ്യത്തെ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊന്ന് കോൺഗ്രസുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. എന്നെ കേൾക്കുന്ന സംസ്ഥാനത്തെ കോൺഗ്രസുകാരും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരും കോൺഗ്രസിന് ഇനി വോട്ട് ചെയ്യാനിരിക്കുന്നവരും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിച്ച് പോകാതെ അത് ഇടതുപക്ഷത്തിലേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് മേളിലോട്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യത്തിൽ ആ കോൺഗ്രസുകാരനായി തന്നെ ഇരിക്കുമോ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. നോക്കൂ, ബീഹാറിലെ കേസ് നിങ്ങൾ പറയുന്നത് എന്താണ്? 19 MLA-മാര് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ ജയിച്ച, എനിക്ക് തോന്നുന്നു അവിടെ 19 MLA-മാരെ കോൺഗ്രസ് മൊത്തത്തിൽ ജയിച്ചിട്ടുള്ളൂ. അവര് മൊത്തം BJP-യിലേക്കോ അല്ലെങ്കിൽ NDA-യുടെ പക്ഷത്തേക്കോ ചേരാൻ ഒരു മടിയും കാണിക്കുന്നില്ല എങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ബീഹാറിലെ നട്ടലില്ലാതായിരിക്കുന്നു.